ഗൈസ് അങ്ങനെ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡാൻ വേണ്ടി ഡായ് സൂപ്പർ ഹീറോ. അപ്പം ഗൈസ് നമ്മളപ്പോൾ ഇന്ന് നമ്മളുടെ എല്ലാ ഗ്രാനിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ GTA San Andreasലാണ് വന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഗൈസ്. ഇതാണ് നമ്മുടെ വീട്. എൻ്റെ ഔട്ട്ഫിറ്റാണ് ഗൈസ്. ഇത് അടിപൊളിയല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഒരു അപ്പാപ്പൻ്റെ വീടാണ്. നമ്മുടെ അപ്പാപ്പൻ്റെ പേര് CJ, നമ്മുടെ പേര് CJ. ഇവിടെ ഇന്ന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് കഴിക്കാം. ഒരു പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് കഴിക്കാം. അല്ല വേണ്ട, എനിക്ക് ബർഗർ. അയ്യോ പൈസ ഒന്നുമില്ല ഗൈസ്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകണം. അപ്പം എന്തായാലും നമുക്ക് പുറത്തോട്ട് നമ്മുടെ കാറൊക്കെ എടുത്ത് നമുക്കൊന്ന് പോവാം. കാറ് എടുക്കണോ വേണ്ടയോ എന്ന് കാറ് നമ്മുടെ കാറ് നല്ലൊരു അടിപൊളി കാറാണ് ഗൈസ്. ഇതൊരു അടിപൊളി കാറാണ്. ഞാൻ സ്വന്തമായിട്ട് മോഡിഫൈഡ് ചെയ്ത കാറാണ്. ഇതൊക്കെ പൊട്ടിയ പിന്നെ എൻ്റെ അപ്പാപ്പൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ വെച്ചൊരു കാറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുമായിട്ട് പൈസ ഒക്കെ നോക്കാം. പൈസ ഉണ്ട്, നമുക്ക് പൈസ ഉണ്ട്. അപ്പോൾ പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ് ഗൈസ്. നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഗ്രാനീൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. അത് അടുത്ത വീഡിയോയിൽ ഗ്രാനീൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളപ്പം ഇങ്ങനെ നമ്മുടെ ഗ്രാനീൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മളാണ്ടേ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഗൈസ് നമ്മളങ്ങനെ എല്ലാം ഗെയിമും കളിച്ചിട്ടുണ്ട്. GTA 5 ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാ ഗെയിമും നമ്മൾ കളിക്കുന്നുണ്ട്. നമ്മളെ പോപ്പി പ്ലേ ടൈം നമ്മൾ കളിച്ചു, മൈൻക്രാഫ്റ്റ് കളിച്ചു, അങ്ങനെയുള്ള കുറേ ഗെയിംസ് നമ്മൾ കളിച്ചു. പക്ഷെ നിങ്ങളെ എനിക്ക് ഒരു കാര്യം മാത്രം നൽകിയിട്ടില്ല. ഞാൻ ഇത്രയും നാളും കുറേ വീഡിയോസ് ഇട്ട് നിങ്ങൾ എനിക്കൊരു ലൈക്ക് പോലും തന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോക്ക് മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. എൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ ഗൈസ് ഇതിനകത്ത് കുറേ മിഷൻസ് ഉണ്ട്. അമ്മേ അറിയാതെ സംഭവിച്ചു ആൾക്കാരൊക്കെ കൊന്നാലും പൈസ മതി. ഇവിടൊക്കെ ആൾക്കാർ ആരും പോലീസൊന്നും വന്നില്ല. യെസ് കൊടുത്ത് ഈ ചേച്ചി ഒന്ന് കയറുമോ? ഇതേതായി കിളവിയൊക്കെ എന്തായാലും നമുക്ക് പോവാം. നമ്മളപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എങ്ങോട്ടാന്ന് ഒരു ഇതില്ല. നമ്മൾ അങ്ങനെ അങ്ങ് പോവാം. ഇവിടെ ഇവന്മാരെന്താണ് കാണിക്കുന്നത്? നമ്മളുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട് ഗൈസ്. പോലീസ് ഒഴിച്ചെടുക്കണം. സോറി പോലീസ്. ഇങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ തന്നെ നമ്മളെ ഗ്രാനിനെ രസം ഇട്ടുകൊണ്ട് നമ്മളെ പോലീസ് പിടിക്കാൻ വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങോട്ട് എങ്ങനെ പോകണ്ടെന്ന് എനിക്കറിഞ്ഞത്. അങ്ങനെ നമ്മുടെ കയ്യിൽ അങ്ങനെ 36 രൂപ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് ബർഗർ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണമെങ്കിൽ അപ്പം നമുക്ക് പിസ്സ ഹട്ടിൽ പോയാലോ? ഇവിടെ അടുത്തൊരു കടയുണ്ട്. അമ്മമാരെ കൊണ്ട് ഇവിടെ അടുത്തൊരു കടയുണ്ട്. അപ്പോൾ ആ കടയിലേക്ക് നമുക്ക് പോവാം. ഇതെന്താണ് ഈ വണ്ടിക്കാരന് കുഴപ്പം? അയ്യോ ഇവൻ നമ്മളെ കൊല്ലാൻ വന്ന കാലം നമുക്ക്. ഓ കാറിനെ ഗൈസ് നമ്മളെ അവൻ കൊന്നിട്ടുണ്ട്. എന്താണ് ഗൈസ് ആകെ ഉണ്ടായിരുന്ന പൈസയും പോയി. ഇനി നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാം ഗൈസ്. നമുക്ക് ടാക്സി ഡ്രൈവർ ആയാലോ? അതുകൊണ്ട് ആംബുലൻസ് ആവും. ആംബുലൻസ് ഗൈസ്
അപ്പം ഇനി തൊട്ട് നമ്മളൊരു ആംബുലൻസ് ഡ്രൈവർ ആയിട്ടുണ്ട്. മാറി ഇനി നമുക്ക് ആൾക്കാരൊക്കെ മാറിത്തരും കേട്ടോ. ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ജോലി ചെയ്ത് ജീവിച്ചാൽ പൈസ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ GTA San Andreas കളിക്കുന്നവരാണെങ്കിൽ പ്ലീസ് ജോലി ചെയ്ത് നിങ്ങൾ ജീവിക്കണം. ഇനി അവിടെ നമുക്ക് സമയമുണ്ട്, അല്ലെങ്കിൽ ഇവൻ ചത്തു നമ്മുടെ വണ്ടി ഇരിക്കുന്നത്. ഈ ജോലി നശിപ്പിച്ചത് പണിയുള്ള പരിപാടിയാണ്. നമ്മളെ ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ട് നമുക്ക് 50 ചെയ്യാനുള്ള ഇതിൽ 2 പേരുണ്ട്. എവിടാന്ന് വെച്ചാൽ കേറട്ടെ. നമ്മളൊരു ആംബുലൻസ് ഡ്രൈവറായിട്ട് നമ്മളൊന്നും അറിയാതെ ആൾക്കാരെ കൊണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. പെട്ടെന്ന് കേറടാ. സെക്കൻഡ് കൂടും കേസ് ആൾക്കാർ കയറി കഴിഞ്ഞാൽ. ലെറ്റ്സ് ഗോ. 51 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ളിൽ തന്നെ ഇവന്മാരെ എനിക്ക് ഈ ആശുപത്രി കൊണ്ടുവരണം. താങ്ക് യു. 250 രൂപയായിട്ടുണ്ട്. ഇനിയുള്ള ഇച്ചിരി പണിയുള്ള പരിപാടിയാണ്. ഇവിടെ അടുത്തായിട്ട് വരാറുണ്ട്. നമ്മൾ ഇത് ഓണിട്ട് ഈ സൗണ്ട് ഇടുകയാണെങ്കിൽ എല്ലാവരും നമുക്ക് മാറിത്തരണം. അതാണ് അതിൻ്റെ ഒരു റൂൾ. കയറി ബാ. സെക്കൻഡ്സ് കൂടും. 40 സെക്കൻഡ്സായി. ഇവിടെ ഇരിക്കുന്നുണ്ട്. വാ പെട്ടെന്ന് വാ മോനെ, പെട്ടെന്ന് കയറി വാ. ഒരുത്തരം കൂടെ ഉണ്ട്, അതാ പ്രശ്നം. ഇവന്മാരങ്ങ് ഇറക്കിയ പിന്നെ അവനെ മാത്രം എടുക്കാൻ പറ്റില്ല. നമുക്ക് ആംബുലൻസ് ഡ്രൈവർ വേണ്ട. നമ്മുടെ ഈ ആംബുലൻസ് ഉണ്ടെന്ന് ഇവിടെ നിർത്തിയിടാം. കാരണം ആംബുലൻസ് ഡ്രൈവർ ഭയങ്കര പണിയാണ് ഗൈസ്. നമുക്കൊരു ടാക്സി ഡ്രൈവർ ആവാം. നമുക്ക് ടാക്സി വേണം ഗൈസ്. ടാക്സി എവിടെ കിട്ടൂടാ? ഓടിക്കോ. അത് നമുക്ക് എതിര് നിൽക്കുന്ന കുറ്റവാളികളാണ്. നമ്മുടെ സീരിയ പോയിന്റ് എനിമീസാണ്. ഗൈസ്, നിങ്ങൾക്ക് ദീപാവലി വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കാരണം ഞാൻ ഇന്നലെ നമ്മൾ ദീപാവലി വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ ഒരു കാറ് പൊട്ടി നമ്മൾ ചത്തില്ലായിരുന്നു. അതേപോലെ ഒരു കാറ് പൊട്ടിച്ച് നമ്മൾ കുറേ കാർ ഇങ്ങനെ പൊട്ടി. അയ്യോ ആയിരുന്നു. ഓടാൻ കേസ് നമുക്ക് ഓടാം. എന്നാൽ ഈ സീജാബുവിന് സീജാബുവൻ പണ്ടത്തെ ഡോണാണ് കേസ്.
ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് വേണമെങ്കിൽ പോലീസിൻ്റെ ജോലി എടുക്കാം. പക്ഷെ പോലീസിൻ്റെ ജോലി വെച്ചിട്ട് ടാസ്ക് ആണ്. ടാക്സി ഡ്രൈവറിൻ്റെ നമുക്കപ്പോൾ ഈ കാർ എടുക്കുക. അമ്മയെല്ലാം പറക്കും. എവനാറാടാ ഇവന്മാരാറില്ല. അങ്ങനെയല്ല, അവനല്ല, ഞാൻ പോലീസിൻ്റെ കയ്യിലാണ്. അങ്ങനെയാണ് പോലീസിൻ്റെ പറയുന്നത്. പോലീസിൻ്റെ തുണിക്കടയാടാ. നമുക്ക് ബർഗർ കടയിൽ പോണ്ട്. അപ്പൊ നമുക്കൊരു ടാക്സി ഡ്രൈവറായിട്ട് നമുക്ക് പൈസ ഉണ്ടെങ്കിലും ഇതൊരു ചെറിയ തുകയാണ്. ഒരു ടാക്സി ജോലി എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയാലോ. ടാക്സി ജോലി എവിടെയെങ്കിലും ബ്രോ, എവിടെയെങ്കിലും ഒരു ടാക്സി ജോലി കിട്ടുമോ? ഈ ടാക്സി ജോലിയൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റും? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഒരു ടാക്സി ജോലി കിട്ടുന്ന വഴി എങ്ങനെയാണ് ഗൈസ്? നമ്മളിവിടെയാണ്. ഗൈസ്, അപ്പോൾ ഗൺ ഷോപ്പ് ഉണ്ടോ? നമുക്ക് ഗൺ ഷോപ്പ് പോകണോ? അല്ല വേണ്ട ഗൈസ്, ഇപ്പുറത്തായിട്ടൊരു പിസ്സ ഹട്ട് ഉണ്ട്. നമുക്ക് അവിടെ പോയി ഇച്ചിരി ഫുഡൊക്കെ കഴിക്കാം. നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും പിസ്സ ഹട്ടിൽ പോവാം. പിസ്സ ഹട്ടിൽ പോകുമ്പോഴാണ് മാറാ വഴി മാറാം. വഴിന്ന് മാറാ. പിസ്സ ഹട്ട് ഉണ്ട്. നമുക്ക് കുറഞ്ഞ ഭക്ഷണം മേടിച്ച് കഴിയണം, കാരണം നമുക്ക് ക്യാഷ് ലാഭിക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം നമ്മൾ കഴിഞ്ഞ മണി ഇവിടേക്ക് വന്നപ്പോൾ നമ്മൾ ഒരു മോഷണത്തിന് ഇല്ലുണ്ട്. അത് മറ്റേ സാധനമല്ലേ. പിസ്സ വേണമെങ്കിൽ $2 മതി പിസ്സയ്ക്ക്. പക്ഷെ ഫാറ്റ് കൂടുമെന്നുള്ളൊരിതാണ്. കുഴപ്പമില്ല. $2 പിസ്സ അങ്ങനെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പിസ്സയൊക്കെ കഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇവിടെ കയറി നോക്കാം ഗൈസ്. ഇവിടെ ജോലി കിട്ടുമോ ചേട്ടാ? ഇവിടെ ജോലി കിട്ടുമോ ചേട്ടാ? ഇവിടെ ജോലി കിട്ടുമോ? ചേട്ടന്മാരൊന്നും ഇടുന്നില്ല. അമ്മേ, നീ ചേട്ടനെ കൊന്നാലോ? അല്ല വേണ്ട, നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാമറയും വടിയൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ഷോപ്പ് നമുക്കൊന്ന് കറങ്ങിയിടന്നും കാണണം.
അല്ലേ വേണ്ട. ഇവിടെ കുറെ ചേട്ടന്മാർ ഇരിപ്പുണ്ട് കേസ്. ഇവിടെ കുറെ കള്ളന്മാരുണ്ടെന്ന് തോന്നുന്നു. ഈ സമയം നമ്മളെ ക്യാമറ ഉണ്ട്. ഓക്കെ കേസ്, നമ്മൾക്ക് അങ്ങനെ നമ്മളുടെ എതിർത്തിരിക്കുന്ന ടീമാണ്. ഞാൻ എവിടെ ഇനി നമുക്ക് ഗൺ ഷോപ്പിൽ പോയി നല്ല ഗണ്ണെടുക്കാം. ഗൺ ഷോപ്പ് അതിന് ബാക്കിൽ എനിക്ക് അതൊന്ന് ചാവാൻ മറമറമ. ഇതിന് ഓരോന്നല്ല. സ്വന്തം നമ്മുടെ കടയുടെ ചേട്ടനായിട്ടൊക്കെ എനിക്ക് പരിചയപ്പെട്ട് നമുക്ക് എന്തെങ്കിലും നമുക്കങ്ങനെ ഇവിടെ ആരും അറിഞ്ഞൂടെ ഗേസ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് ഗ്യാങ്ങാണ് ഗേസ്. നമ്മുടെ അപ്പൂപ്പനൊരു ഗുണ്ടല്ലേ, വേറെ സെക്യൂരിറ്റിയോ എല്ലാവർക്കും ഇതിലില്ലേ. എവിടാ ഗൺ ഷോപ്പ്? എടാ ഗൺ ഷോപ്പ് എവിടെ മതിയോ? അടിയാണ് ഈ കട. പിന്നെ ഗൺ ഷോപ്പ് ഏതാ? എനിക്കൊരു വീട് കിട്ടും. എനിക്കാണെങ്കിൽ അവിടെ അപ്പുറത്തൊരു വീട് പിടിക്കുന്നു പറയുന്നുണ്ട്. ഓ ഇതെനിക്കറിയാം. ഇവിടെ ഗണ്ണുണ്ട്. ഗൺ ഷോപ്പ്. ഇവിടെ നമുക്കൊരു ഗണ്ണ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഏതാ ഗൺ ഷോപ്പ്? ഗൺ ഷോപ്പെന്നാണ് പറഞ്ഞിട്ടും കയറാനും പറ്റുന്നില്ല ഗൈസ്. ഈ വീടിന് എത്ര രൂപയാവും നോക്കിയാലോ? നമുക്കൊരു നല്ല വീട് വേണം. ഇത് ചെറിയ വീടാണ് ഗൈസ്. നമുക്ക് ആ വീട്ടിലോട്ട് നോക്കണ്ട. നല്ല പൈസ ഉണ്ട്. ഇത് എൻ്റെ കൊച്ചിലോട്ടുള്ള ആഗ്രഹം അല്ല, എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹമാണ് സ്പൈഡർമാൻ ആവണമെന്ന്. എങ്ങനെയെങ്കിലും സ്പൈഡർമാൻ ആവും. ചേട്ടൻ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? എന്നോടാരും സംസാരിക്കുന്നു. അല്ല, നമുക്കൊരു കാറുണ്ടായിരുന്നല്ലോ. അതവിടെ അതാണ്ട് കിടക്കുന്നത് കേസ്. അങ്ങനെ കാറ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കാറ് ഇവിടെ അടുത്ത് ബീസൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നല്ലൊരു ഓട്ടം കിട്ടാൻ സാധ്യതയുള്ളൂ. ഞാനാണ് ഇന്നത്തെ കസ്റ്റമർ. ഞാനാണ് നിങ്ങൾക്കൊക്കെ ഈ കണ്ണിയും തോടം. ഇത് പറ്റില്ല.
കേട്ടാ. ഇതെന്തിനാണ് നമ്മൾ ഈ പോലീസൊക്കെ പിടിച്ച് പൈസയും പോണെന്ന് ഗൈസ്. നമുക്ക് ഇവിടുന്ന് ടാക്സി കിട്ടുമായിരുന്നു. ഫോണുണ്ടായിരുന്നെങ്കിൽ ടാക്സി വിളിക്കാം. നമ്മുടെ കയ്യിൽ ഫോണൊന്നുമില്ല ഗൈസ്. ഇവിടെ ഒന്നും ഒരു ടാക്സി ഇല്ല. ഒരു ടാക്സി ഡ്രൈവറായിട്ട് പോലും ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ഓരോരോ പോലീസുകൾ കൊണ്ട് ഒരു ടാക്സി കമ്പനിയിൽ പോകണം. അതല്ലേ നമുക്ക് നല്ലത്. ഓനെ ഞാനാണ് ഇനി തൊട്ട് നിന്റെ കാറിലെ ഉടമ. ഇറങ്ങിപ്പോടാ പട്ടി. ഇതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും. അമ്മേൻ്റെ സൗണ്ടൊക്കെ ഇതിനകത്ത് വന്നിട്ട്. ഈ വഴി എനിക്കറിയാലോ. $46 രൂപയുണ്ട്. ഇങ്ങനാണ് എനിക്ക് 40. എനിക്ക് ചേച്ചി എവിടെ പോണേ? അവിടെയാ. മാർക്കറ്റിൽ സ്റ്റേഷൻ അവിടെയാണ് ചേച്ചിക്ക് പോകേണ്ടത്. ചേച്ചിക്ക് സുഖമാണോ? ഈ ചേച്ചി ഒന്നും പറയത്തില്ല. ചേച്ചി ഒന്നും മിണ്ടണ്ടേ? നമ്മളൊക്കെ ചേച്ചി ഒന്നും മിണ്ടുന്നില്ല ചേച്ചി. നമ്മപ്പം ഈ ചേച്ചീനെ കൊണ്ട് കേട്ടടക്കണം. ഈ ചേച്ചി ഒന്നും മിണ്ടുന്നില്ല. അവനിങ്ങനെ ടാക്സി എടുത്തുകൊണ്ടിരുന്നു. ഈ ചേച്ചി മിണ്ടത്തില്ല. അതാണ് ഈ ചേച്ചിയുടെ കേസ്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ നേരെ ഒന്ന് പോയേക്കാം. നമ്മുടെ കസ്റ്റമറിനെ നേരത്തെ നമ്മൾ കൊണ്ടുപോകുന്ന ഇടേണ്ടതാണ് നമ്മുടെ ജോലി. ഇതിന് നല്ല പൈസ കിട്ടും കേട്ടോ. ശരിയാ, നല്ല ദൂരമുണ്ട്. പെട്രോൾ കാശ് വേണം കേട്ടോ. പെട്രോൾ കാശ് പോകും. പെട്രോൾ തീരുന്നതിന് നല്ല പരിപാടി. നല്ല ദൂരത്തല്ലേ നിങ്ങളുടെ ഈ മാർക്കറ്റ് സ്റ്റേഷൻ? എന്താണ് ജഡ്ജിക്ക് ആണ് ഈ നാട്ടിലുള്ളവർക്കൊന്നും ഒരു മര്യാദ. ഒരു 108 രൂപയെങ്കിലും തരണം കേട്ടോ. 108എങ്കിലും തന്നല്ല ചേച്ചി. നല്ല ചേച്ചിയാൻ പോയി ചേച്ചി. ചേച്ചിക്ക് നേരെ നല്ല കൂടാ. നമ്മളങ്ങനെ ഈ ചേച്ചി അടുത്ത് ചേച്ചി അവിടെ ആണെങ്കിൽ ഞാൻ നോക്കില്ല. ചേച്ചി 2 പേരായിട്ടുണ്ട്. നമ്മുടെ കാറൊക്കെ ഈ കാറൊക്കെ ഉണ്ടാകും. ചേച്ചിനൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുണ്ടായിരുന്നു. ഈ കാറുണ്ടോ? ഈ കാർ മൊത്തത്തിൽ പോയിട്ടാണ്. ഇച്ചിരി നല്ല രസമുണ്ട്. ചേച്ചി നമുക്ക് നിങ്ങൾക്ക് എനിക്കൊന്നും നോക്കാൻ ഞാൻ ആ ചേച്ചിനെ എടുത്തിട്ട് ആക്കുന്നത്. എന്താ
ഈ കാർ എടുക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. കാണിക്കുന്നു ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ വണ്ടി ശരിയാക്കിയിട്ട് വരാം. കാറ് ശരിയാക്കാൻ വന്നതെന്ന് ചോദിച്ചു. നമ്മുടെ കാറ് ശരിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ വീട്ടിലെ പ്രത്യേകത. ചേട്ടാ മാറി കേട്ടാ. എന്താണ് ചേട്ടാ ചേട്ടാ ഇങ്ങനെ ദേഷ്യപ്പെടണം. നമ്മൾ ചെറുതായിട്ടൊക്കെ കഴിച്ചിട്ട് പോകണം. ഇങ്ങനെ ജോലി ചെയ്ത് നമുക്കിങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കിങ്ങനെ നല്ല ക്യാഷ് ഉണ്ടാക്കാൻ നമുക്കങ്ങനെ പോവുകയും ചെയ്യാം. നല്ല രസമാണ്. നമ്മളിങ്ങനെ കുറേ എടുത്തിട്ട് വന്നു. ചേട്ടാ എന്താടാ അടുത്ത വീഡിയോ ആയിട്ട് സോറി ഇപ്പോഴേ നമുക്ക് വേണ്ടിട്ട് വന്നു. എനിക്ക് ചേട്ടനൊന്ന് നടക്കട്ടെ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഏത് ജോലി ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് ഈ ചേട്ടനെയും കൂടെ ഇറങ്ങിയിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. കാരണം എൻ്റെ വീഡിയോ ഇപ്പോൾ കുറച്ച് നേരമായി, നമ്മൾ കുറേ നേരമായിട്ടില്ല ഈ വീഡിയോ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ അപ്പം ഇനി നമ്മൾ അടുത്ത ഏത് ജോലി കയറണം, അടുത്ത ദീപാവലി പടക്കം, ദീപാവലി വണ്ടി പൊട്ടിക്കൽ ചടങ്ങ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഈ ചേട്ടനെ ഇറങ്ങിയിട്ട് അപ്പം ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യണം. ചേട്ടന്മാരെ മാറെ ആംബുലൻസ് ആണെങ്കിൽ ഇപ്പം എല്ലാവരും മാറി തന്നെ. ഓ ചേട്ടാ 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 നാളെ ചേട്ടാ ചേട്ടൻ വണ്ടി പോകണം. എവിടെയാണ് സ്ഥലം? കുഴപ്പമില്ല, ഒരു മണിക്കൂറുണ്ട്. പത്തോളം പോകണം. ഓ ചേട്ടന് കടയിലാണെന്ന് നടക്കേണ്ടത്. എനിക്കൊരു 19 നമുക്കപ്പോൾ പൈസ ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. പോലീസ് അവിടെ ഉണ്ടാ എന്നിട്ട് നമ്മളെ വെടിവെക്കുന്ന കണ്ടിട്ട് പോലീസ്
ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.